തിരുവനന്തപുരം ആര്യനാട് 38-കാരിയെയും മകനെയും മർദ്ദിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തം. പരിക്കേറ്റ യുവതിയെ ആംബുലൻസിലെത്തിച്ച് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആര്യനാട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ജൂലൈ 20-നാണ് ആര്യനാട് ശംഭുതാങ്ങി സ്വദേശി സൗമ്യയെയും മകൻ വിപിനെയും അയൽവാസികൾ ചേർന്ന് ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. സൗമ്യയെ പിന്നീട് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണത്തിൽ സൗമ്യയുടെ വലത് കൈയുടെ തോളിന് താഴെയുള്ള അസ്ഥി രണ്ടായി പൊട്ടുകയും 2 വാരിയലുകൾ ഒടിയുകയും ചെയ്തതായി ബന്ധുക്കൾ പറഞ്ഞു. ശസ്ത്രക്രിയ നടത്തി കമ്പി ഘടിപ്പിക്കേണ്ടി വന്നതായും അവർ അറിയിച്ചു. മകൻ വിപിന്റെ നട്ടെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ശംഭുതാങ്ങി സ്വദേശികളായ ഷിജു എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ നായർ, ഭാര്യ ലിജ, ആനന്ദൻ, വത്സല എന്നിവർക്കെതിരെ ആര്യനാട് പോലീസ് കേസെടുത്തിരുന്നു. പ്രതികളുടെ മതിലിനോട് ചേർന്നുള്ള ഇടവഴി വീതി കൂട്ടാൻ ശ്രമിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായത്. പഞ്ചായത്തിൽ പരാതി നൽകിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സൗമ്യയും മകൻ വിപിനും വീടിന് സമീപത്തെ നടവഴിയിലെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സംഭവം നടന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നേടാൻ അവസരമൊരുക്കുമെന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും ബന്ധുക്കളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് ആര്യനാട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ആശുപത്രിയിൽ നിന്ന് സൗമ്യയെ ആംബുലൻസിലെത്തിച്ചായിരുന്നു പ്രതിഷേധം. എന്നാൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുമെന്നും നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.